കാസിയായിൽ നിന്ന് വളരെ നേരത്തെ തന്നെ പുറപ്പെട്ടു. ഇന്ന് അസീസിയിലെ എല്ലാ കാഴ്ചകളും കണ്ടതിന് ശേഷം മറ്റൊരു രാജ്യമായ ക്രൊയേഷ്യയിലെ സ്പ്ലിറ്റിലേക്കും അവിടെ നിന്ന് ബോസ്നിയ രാജ്യത്തുള്ള മഡ്ജുഗോറിയിലേക്കുമാണ് പോകേണ്ടത്. കൃത്യസമയത്ത് തന്നെ ഇറ്റലിയിലുള്ള അങ്കോറ തുറമുഖത്തെത്തുകയും വേണം. എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചായിരുന്നു കാസിയായിൽ നിന്നും യാത്ര പുറപ്പെട്ടത്. കാസിയായിൽ നിന്നും 1.5 മണിക്കൂർ യാത്രയുണ്ട് അസീസിയിലേക്ക്. കാസിയായിലെ മലനിരകളിൽ നിന്ന് പ്രഭാത സൂര്യന്റെ കിരണങ്ങളേറ്റ് ഇളം തണുപ്പിൽ കൂടിയുള്ള യാത്ര ഏറെ പ്രിയപ്പെട്ടതായി എല്ലാവർക്കും. സ്നേഹത്തിന്റെ താഴ്വര, അതാണ് അസീസി. വിശ്വാസിയും അവിശ്വാസിയും ചരിത്രകാരന്മാരും തീർത്ഥാടകരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അസീസി. സ്നേഹത്തിന്റെ പരമോന്നതയിലേക്കാണ് അസീസി എല്ലാവരെയും ക്ഷണിക്കുന്നത്. 2ാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് അസീസിയുടെയും സെയിന്റ് ക്ലാരയുടെയും 21ാം നൂറ്റാണ്ടിന്റെ വിശുദ്ധൻ, മാധ്യമ ശുശ്രൂഷയുടെ മധ്യസ്ഥൻ കാർലോ അക്വിറ്റിസ്, ഇവരുടെ ശവകുടീരങ്ങൾ കാണുവാനും പ്രാർത്ഥിക്കുവാനുമാണ് ഈ യാത്ര. 1182 ഇറ്റലിയിൽ അംബ്രിയ പ്രദേശത്ത് അസീസി എന്ന പട്ടണത്തിൽ പട്ടുവസ്ത്ര വ്യാപാരിയായിരുന്ന ബെർണാഡിന്റെയും ലേഡി പിക്കായുടെയും മകനായി ഫ്രാൻസിസ്കോ ജനിച്ചു. ലോകസുഖങ്ങളെല്ലാം ആസ്വദിച്ചായിരുന്നു ജീവിതം. എന്നാൽ 20ാം വയസ്സിൽ അസീസിയും അയൽപട്ടണമായ പെറൂജിയയും തമ്മിലുണ്ടായ യുദ്ധത്തിൽ അസീസിക്ക് വേണ്ടി സൈന്യത്തിൽ ചേർന്നു. യുദ്ധത്തിൽ തോറ്റ അസീസി സൈന്യത്തിൽ നിന്നും ഫ്രാൻസിസ്കോയെ പെറൂജിയൻ സൈന്യം തടവുകാരനാക്കി. 1 വർഷത്തോളം തടവറയിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹം രോഗബാധിതനായി. രോഗാവസ്ഥയിലുണ്ടായ ശൂന്യതാബോധം ഫ്രാൻസിസിനെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുകയാണുണ്ടായത്. തടവറയിൽ നിന്നും പുറത്തിറങ്ങിയ ഫ്രാൻസിസ് അസീസിക്കടുത്തുള്ള ഒരു ഗുഹയിൽ താമസിച്ചു. അവിടെ നിന്നും പുറത്തിറങ്ങിയ ഫ്രാൻസിസിനെ തെരുവിൽ കണ്ടവർ ഒരു ഭ്രാന്തൻ എന്നോണം കൂകി വിളിക്കുകയും കല്ലെറിയുകയും ചെയ്തു. ഇതറിഞ്ഞ അപ്പൻ ബെർണാഡ് ഫ്രാൻസിസിനെ വീട്ടിൽ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. അമ്മയുടെ സഹായത്താൽ മോചിതനായ അദ്ദേഹം ലൗകിക സുഖസൗകര്യങ്ങൾ എന്നേക്കുമായി ഉപേക്ഷിച്ചു. തുടർന്ന് അസീസിയിലും പരിസരങ്ങളിലും ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ചും പ്രസംഗിച്ച് തെരുവിലൂടെ നടന്നു. ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കുരിശിൽ നിന്ന് എന്റെ പള്ളി പുതുക്കിപ്പണിയാൻ ആവശ്യപ്പെടുന്ന ഒരു സ്വരം കേട്ടു. അസീസിയിൽ തകർന്നു കടന്നിരുന്ന ഡാമിയന്റെ പള്ളി പലരുടെ സഹായത്തോടെയും വീട്ടിൽ നിന്ന് എടുത്ത പണവും കൊണ്ട് പള്ളിപ്പണി പൂർത്തിയാക്കി. വീട്ടിൽ നിന്ന് പണം എടുത്തതറിഞ്ഞ അപ്പൻ ബെർണാഡ് മെത്രാനോട് പരാതി പറയുകയും ഫ്രാൻസിസിനെ മർദ്ദിക്കുകയും ചെയ്തു. എന്നാൽ ആ യുവാവ് എല്ലാ സമ്പത്തും ധരിച്ചിരുന്ന വസ്ത്രങ്ങളും അഴിച്ചുമാറ്റി എല്ലാ സമ്പത്തും അപ്പന് കൈമാറി മെത്രാന്റെ മുമ്പിൽ നഗ്നനായി നിന്നു. എന്നാൽ ഇത് കണ്ട മെത്രാൻ തന്റെ തിരുവസ്ത്രം കൊണ്ട് ഫ്രാൻസിസിനെ പൊതിയുകയാണുണ്ടായത്. തെരുവിലേക്കിറങ്ങിയ ഫ്രാൻസിസിന് ധാരാളം അനുയായികളും ഉണ്ടായി. ഇവർ ചെറിയ സന്യാസിമാർ എന്നറിയപ്പെടാൻ തുടങ്ങി. ഫ്രാൻസിസ് മരിക്കുന്നതിന് 2 വർഷം മുമ്പ് 1224 പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഒരു ദൈവിക ദർശനമുണ്ടാവുകയും ക്രിസ്തുവിന് സമാനമായ പഞ്ചക്ഷതങ്ങൾ ലഭിക്കുകയുമുണ്ടായി. കഠിനാധ്വാനവും താപസ ജീവിതവും കൊണ്ട് ദുർബലമായിരുന്ന ഫ്രാൻസിസിന്റെ ശരീരത്തെ പഞ്ചക്ഷതങ്ങൾ പിന്നെയും തളർത്തി. കാഴ്ച നഷ്ടപ്പെട്ടു. ചികിത്സകളെല്ലാം വിഫലമായി. അങ്ങനെ അസീസിക്കടുത്തുള്ള പോർസിംഗിളായിൽ വെച്ച് 1226 ഒക്ടോബർ 3-ാം തീയതി അദ്ദേഹം മരിച്ചു. 1226 ഗ്രിഗറി 9-ാമൻ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ചെന്നെത്തിയത് അതിവിശാലമായ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ്. ധാരാളം ബസ്സുകൾ, കാറുകൾ, പല ദേശക്കാർ, ഭാഷക്കാർ, അങ്ങനെ ആകെ ഒരു ബഹളം തന്നെ. ദേവാലയവും പരിസരവും സന്ദർശിക്കാൻ ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും എസ്കലേറ്റർ ഉപയോഗിച്ച് മുകളിലെത്താം. മുൻപ് വന്നപ്പോൾ ഇതുണ്ടായിരുന്നില്ല. അതോ മറ്റു വഴിക്കാണോ കൊണ്ടുപോയെന്നറിയില്ല. പല ഇടനാഴികളും കെട്ടിട സമുച്ചയങ്ങളിലൂടെ നടന്നാണ് യാത്ര. 1300 അടി ഉയരത്തിൽ നിന്നും അസീസിയുടെ താഴ്വരയിലേക്കുള്ള കാഴ്ച മനോഹരം തന്നെ. ഇത് അസീസി ഭരിച്ചിരുന്ന റോമാ സാമ്രാജ്യത്തിന്റെ പുരാതന നിർമ്മിതികളാണ്. ഇത് ഫ്രാൻസിസിന്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ്. ഇവിടെയാണ് ഫ്രാൻസിസ് ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. എല്ലാ സമ്പന്നതയും ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ സ്നേഹം തേടിപ്പോയപ്പോൾ ഈ സമ്പന്ന ഭവനം അനാഥമാവുകയും നാശോന്മുഖമായി തീരുകയുമാണുണ്ടായത്.
ഇവിടെയാണ് ഫ്രാൻസിസിനെ അപ്പൻ ബെർണാഡ് പൂട്ടിയിട്ടിരുന്നത്. ദേവാലയത്തിന് വെളിയിലായി ഫ്രാൻസിസിന്റെ മാതാപിതാക്കളുടെ ഒരു പ്രതിമയും സ്ഥാപിച്ചിരിക്കുന്നു. അടുത്ത ലക്ഷ്യസ്ഥാനം ഫ്രാൻസിസിന്റെ ശവകുടീരം സ്ഥാപിച്ചിട്ടുള്ള ദേവാലയത്തിലേക്കാണ്. പല ഇടവഴികൾ താണ്ടിയാണ് നടത്തം. അവിടെ ചില കോഫി ഷോപ്പുകൾ, സുവനീർ ഷോപ്പുകൾ എന്നിവ കാണാം. ഇത് ഫ്രാൻസിസിനെ അനുസ്മരിക്കുന്ന രീതിയിൽ വേഷം കെട്ടിയ ഒരാൾ. എന്തു പറഞ്ഞാലും കേട്ടാലും ഒരേ നിൽപ്പ് അങ്ങനെ നിൽക്കും. ചിലർ അയാൾക്ക് നാണയത്തുട്ടുകൾ നൽകാറുണ്ട്. അങ്ങനെ നടന്നെത്തിയത് ഫ്രാൻസിസിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ബസിലിക്ക ഓഫ് സാൻ ഫ്രാൻസിസ്കോയുടെ മുമ്പിലാണ്. 2000 മുതൽ ഈ ദേവാലയം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. കള്ളന്മാരെയും തെമ്മാടികളെയും അടക്കിയിരുന്ന ഈ സ്ഥലത്ത് ഫ്രാൻസിസിന്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തെയും ഇവിടെ അടക്കുകയായിരുന്നു. മുകളിലും താഴെയുമായി 2 ദേവാലയങ്ങൾ. അതിൽ താഴത്തെ നിലയിലാണ് വിശുദ്ധന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു തരത്തിലും ഫോട്ടോയോ വീഡിയോയോ എടുക്കുവാൻ അനുവദിക്കുന്നില്ല. മുകളിലത്തെ പള്ളി മനോഹരമായ പെയിന്റിങ്ങുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. വല്ലതാണോ? നാട്ടുകാർക്ക് വല്ലതാണോ? അതെ, എവിടാ വീട്? പിന്നീടെത്തിയത് ആ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച പുണ്യവതിയായ വിശുദ്ധ ക്ലാരയുടെ ശവകുടീരത്തിലേക്കാണ്. ഇവിടെയാണ് ഈ പുണ്യവതിയുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. ധാരാളം ഗ്രൂപ്പുകൾ വന്നിരിക്കുന്നതിനാൽ ഞങ്ങളോട് അല്പം കാത്തിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു ചെറിയ മനോഹരമായ ദേവാലയം. ഭൂമിക്കടിയിലുള്ള ഒരു നിലവറയിലാണ് ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്ന ക്ലാരയ്ക്ക് 15-ാം വയസ്സ് മുതൽ അനേകർ ആ സുന്ദരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു വന്നു. എന്നാൽ പ്രാർത്ഥനയിലും ദിവ്യകാരുണ്യ ഭക്തിയിലും കഴിഞ്ഞിരുന്ന ക്ലാര ഈശോനാഥനെ ഇതിനോടകം ആത്മീയമായി വരിച്ചു കഴിഞ്ഞിരുന്നു. ഫ്രാൻസിസിന്റെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും കാരുണ്യ പ്രവൃത്തികളും കണ്ട് 1212 ഓശാന ഞായറാഴ്ച മുടിമുറിച്ച് ഫ്രാൻസിസിന്റെ ശിഷ്യയായി തീർന്നു. അങ്ങനെ ഫ്രാൻസിസ്കൻ 2-ാം സഭ രൂപീകൃതമായി. സഭ വളരെ വേഗം വളർന്നു. 1215 മഠാധിപതിയായി. 28 വർഷത്തോളം രോഗിണിയായി. ആ കാലം അത്രയും വിശുദ്ധ കുർബാന മാത്രമായിരുന്നു ഭക്ഷണം. 1253 ക്ലാര മരണപ്പെട്ടു. 1255 അലക്സാണ്ടർ 4-ാമൻ പാപ്പ അവരെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ധാരാളം ആളുകൾ ആ പുണ്യവതിയുടെ സമീപം പ്രാർത്ഥിക്കാൻ തടിച്ചുകൂടിയിരിക്കുന്നു. ചിലർ തിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ടൂർ മാനേജർ ഞങ്ങളെ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ധൃതി കാണിച്ചുകൊണ്ടിരുന്നു. ഇത് അസീസിയിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിലൊന്നായ സെയിന്റ് മേരീസ് മേജർ ചർച്ചാണ്. ഈ പള്ളിയുടെ ഒരു വശത്തായിട്ടാണ് വിശുദ്ധ കാർലോ അക്വിറ്റീസിന്റെ പൂജ്യ ശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. യുവതലമുറയുടെ അഭിമാനം, കമ്പ്യൂട്ടറിനെയും ഇന്റർനെറ്റിനെയും ഇൻസ്റ്റാഗ്രാമിനെയും പ്രണയിച്ച ജീൻസ് ഇട്ട ബാക്ക് പാക്ക് തോളിൽ തൂക്കിയിട്ട ഒരു ചെറുപ്പക്കാരൻ. 1991 മെയ് 3 ലണ്ടനിൽ ഒരു സമ്പന്ന കുടുംബത്തിലാണ് കാർലോ അക്വിറ്റീസ് ജനിച്ചത്. സൈബർ അപ്പസ്തോലൻ എന്നാണ് ഈ ബാലൻ അറിയപ്പെടുന്നത്. 11-ാം വയസ്സിൽ ലോകത്ത് ഇന്നേ വരെ നടന്നിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുകയും അവിടെയെല്ലാം അവൻ മാതാപിതാക്കളുടെ സഹായത്തോടെ സന്ദർശിക്കുകയും ചെയ്തു. ജീവിതത്തിൽ ഒരിക്കൽ പോലും വിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കാൻ കാർലോ ശ്രദ്ധിച്ചിരുന്നു. 15-ാം വയസ്സിൽ 2006 ഒക്ടോബർ 12 ലുക്കീമിയ ബാധിച്ച് മരണപ്പെട്ടു. 2020 ഒക്ടോബർ 10 വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടു.
ധാരാളം ആളുകൾ വിശുദ്ധന് തങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കുന്നു. അങ്ങനെ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധനാക്കപ്പെട്ട ഒരാളെ കണ്ട ചാരിതാർത്ഥ്യത്തിലായിരുന്നു മടക്കം. പിന്നീട് പോയത് ഫ്രാൻസിസ് അസിസി തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ചെലവഴിച്ച പോർസിംഗളയിലേക്കാണ്. അസീസിയിൽ നിന്നും 4 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. ഇവിടെ എത്തിയപ്പോൾ ദേവാലയം ഉച്ചയ്ക്ക് അടച്ചിരിക്കുകയായിരുന്നു. ദേവാലയ പരിസരത്ത് തീർത്ഥാടകരെ പ്രതീക്ഷിച്ചുള്ള ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ. ഒരു പഴയ നഗരം എല്ലാ പ്രൗഢിയോടും കൂടി നിൽക്കുന്നു. അവയ്ക്കിടയിൽ തലയുയർത്തി നിൽക്കുന്നു സാന്റാ മരിയ ഡെല്ലി ആഞ്ചലിയ ബസലിക്ക. ആ ദേവാലയത്തിനുള്ളിൽ ഒരു ചെറിയ ദേവാലയം. 576 ബെനഡിക്റ്റൻ സഭ പണിത ചാപ്പൽ കാലക്രമത്തിൽ കാടുമൂടപ്പെടുകയും നാശോന്മുഖമാവുകയും ചെയ്തു. ഫ്രാൻസിസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ വെളിപാടിൽ ഈ ദേവാലയം പുതുക്കിപ്പണിയാൻ ആരംഭിച്ചു. അതാണ് പോർസുംഗള എന്ന ഈ ദേവാലയം. ഫ്രാൻസിസ്കൻ സഭയുടെ ആരംഭം ഇവിടെ നിന്നാണ്. ഫ്രാൻസിസ് മരിച്ചതും ഇവിടെ കിടന്നാണ്. പിന്നീട് ജനങ്ങൾ ദേവാലയത്തിലേക്ക് ഒഴുകിയെത്തിയതിനാൽ ഈ ചെറിയ ദേവാലയം പോരാതെ വരികയും പോർസിംഗള ദേവാലയം നിലനിർത്തി ബൃഹത്തായ സാന്റാ മരിയ ഡെല്ലി ആഞ്ചലിയ ബസലിക്ക നിർമ്മിക്കുകയുമാണ് ഉണ്ടായത്. ദേവാലയത്തിൻ്റെ ഉള്ളിൽ സൈഡിലൂടെയുള്ള ഇടനാഴിയിലൂടെ നടന്നാൽ ഫ്രാൻസിസ് പ്രാവിനോട് സംസാരിക്കുന്ന ശില്പം കാണാൻ കഴിയും. ആ ശില്പത്തിൽ എപ്പോഴും പ്രാവുകളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. ഇവിടെയാണ് പ്രസിദ്ധമായ മുള്ളില്ലാത്ത റോസാ പൂന്തോട്ടം. വിശുദ്ധന് പ്രലോഭനങ്ങളും സംശയങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെതിരെ പോരാടാനായി മുൾച്ചെടിയിൽ നഗ്നനായി ഉരുളുമത്രേ. വിശുദ്ധന്റെ ശരീരവുമായി സമ്പർക്കത്തിലായ അന്നു മുതൽ ഈ ചെടികൾക്ക് മുള്ളുണ്ടായിട്ടില്ല. അത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. ഇത് മഹാഭീകരനായ ഒരു ചെന്നായ്. പലരുടെയും ഉപദേശങ്ങൾ അവഗണിച്ച് അതിൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുകയും സ്നേഹത്തോടെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയുമാണുണ്ടായത്. പലപ്പോഴും ഫ്രാൻസിസ് പക്ഷികളോടും മൃഗങ്ങളോടും ചെടികളോടുമൊക്കെ സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് പ്രകൃതിയുടെ വിശുദ്ധനായും അദ്ദേഹം അറിയപ്പെടുന്നു. ഇത് ഫ്രാൻസിസ് രോഗശയ്യയിൽ കിടന്നതും മരിച്ചതുമായ സ്ഥലം. ഇപ്പോഴത്തെ തറനിരപ്പിൽ നിന്നും വളരെ താഴെയാണ് ഈ സ്ഥലം. വെളിച്ചക്കുറവ് മൂലം കൃത്യമായി കാണുവാൻ സാധിക്കുന്നില്ല. ധൃതി പിടിച്ചാണ് എല്ലാം കണ്ടതെങ്കിലും ധന്യതയോടെയാണ് മടക്കം. അടുത്തതിൽ അങ്കോണയിലെ കപ്പൽ യാത്രയും മഡ്ജുഗോറിയിലെ അനുഭവങ്ങളും. കാത്തിരിക്കുക.